പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, എല്ലാവരെയും +1 ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ 2ാമത്തെ യൂണിറ്റിലെ ആദ്യത്തെ ലെസൺ പാർട്ടാണ് കാണാൻ പോകുന്നത്. ആൻഡ് ദെൻ ഗാന്ധി കെയിം. ആൻഡ് ദെൻ ഗാന്ധി കെയിം ഈസ് an essay which is taken from the world famous book The Discovery of India. And here you can see that world famous book that is written by Pandit Jawaharlal Nehru, the first Prime Minister of India. And then Gandhi Came is an essay which is taken from Nehru's Discovery of India. Nehru writes about the timely arrival of Gandhiji to Indian politics in his book The Discovery of India. അപ്പോൾ നോക്കുള്ളൂ, ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്നുള്ള ഈ ഒരു പുസ്തകത്തിൽ നെഹ്റു പ്രധാനമായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നത് ഇന്ത്യൻ രാഷ്ട്രീയ രംഗത്തേക്കുള്ള ഗാന്ധിജിയുടെ കറക്റ്റ് വരവാണ്. അപ്പോൾ ആ കറക്റ്റ് വരവ് എത്രത്തോളം പ്രയോജനപ്പെട്ടു, എങ്ങനെയാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ സാധിച്ചത്, ഗാന്ധിജിയുടെ തത്വങ്ങൾ എങ്ങനെയായിരുന്നു, അദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പ് എങ്ങനെയായിരുന്നു, ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു ലെസണിൽ പ്രധാനമായിട്ട് പഠിക്കാനുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. He emphasizes the dynamic leadership of Gandhiji. He describes Gandhiji as a beam of light that removed the darkness. പ്രധാനമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഗാന്ധിജിയുടെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ആ ഒരു ലീഡർഷിപ്പാണ്. ഒപ്പം തന്നെ ഗാന്ധിജി എന്താണ്, ഒരു വലിയൊരു പ്രകാശമായിട്ടാണ് കാണുന്നത്. കാരണം ഒരുപാട് ഇരുട്ടിനെ ഇല്ലാതാക്കിക്കൊണ്ട് പ്രകാശത്തിൻ്റെ കടന്നുവരവ് ഒരുപാട് മാറ്റങ്ങൾ ഇന്ത്യയിൽ ഉണ്ടാക്കി. അങ്ങനെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ സാധിക്കുകയും ചെയ്തു. നെഹ്റു ദസ് മേക്സ് ദ റൈറ്റ് അസസ്മെൻറ്റ് ഓഫ് ഗാന്ധിജി. അപ്പോൾ ഗാന്ധിജിയെ പറ്റി കൃത്യമായൊരു അസസ്മെൻ്റാണ് നമ്മുടെ നെഹ്റു പ്രധാനമായിട്ടും ഈ ഒരു എസ്സയിലൂടെ നമ്മളുമായിട്ട് പങ്കുവെക്കുന്നത്. ഏതായാലും നമുക്കറിയാം, നെഹ്റു എന്ന് പറയുന്ന ആ വ്യക്തി ഗാന്ധിജിയെ അടുത്തറിഞ്ഞ വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗാന്ധിജിയെ പറ്റി കൃത്യമായൊരു അസസ്മെൻറ്റ്, ഒരു കൃത്യമായ വിലയിരുത്തലാണ് നമുക്ക് ഈ ഒരു ലെസണിൽ പ്രധാനമായിട്ടും കാണുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ലെസൻ്റെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ്സ് എന്തൊക്കെയാണ്, എന്തൊക്കെ ആശയങ്ങളാണ് നമുക്ക് ഈ ഒരു ലെസണിൽ എന്നുള്ളതാണ് സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ യു മേ പ്ലീസ്, ഇഫ് യു വാണ്ട് യു ക്യാൻ ഓപ്പൺ യുവർ ടെക്സ്റ്റ് ബുക്ക് അറ്റ് പേജ് നമ്പർ 40. അതിൽ നമ്മുടെ എസ്സേ കൊടുത്തിട്ടുണ്ട്. ആ എസ്സേ വായിക്കുമ്പോൾ നമുക്ക് വളരെ പ്രധാനമായിട്ടും കാര്യങ്ങൾ മനസ്സിലാവും. ഏതായാലും ഈ ഒരു പാർട്ട് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യം തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഫസ്റ്റ് പാരഗ്രാഫിൽ കാണാൻ സാധിക്കുന്നത് ദ അൺസർട്ടൻ കണ്ടീഷൻ ഓഫ് ഇന്ത്യ ഡ്യൂറിങ് ഫസ്റ്റ് വേൾഡ് വാർ. അപ്പോൾ ഏകദേശം 1ാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇന്ത്യയിലുണ്ടായൊരു തീർച്ചയില്ലാത്ത അവസ്ഥ, ഒരുപാട് പ്രയാസങ്ങളും സങ്കടങ്ങളൊക്കെ അനുഭവിക്കുന്ന ഇന്ത്യൻ ജനതയുടെ അവസ്ഥയെ പറ്റിയിട്ട് നമുക്കവിടെ കാണാൻ സാധിക്കുന്നു. ആ ഒരു സമയത്താണ് ദ ടൈംലി അറൈവ്ഡ് ഓഫ് ഗാന്ധിജി. ഗാന്ധിജിയുടെ കറക്റ്റ് സമയത്തുള്ള വരവാണ്. ആ വരവിനെ നെഹ്റു പിന്നീട് ഹൈലൈറ്റ് ചെയ്യാണ്. പിന്നെ അദ്ദേഹം പറയുന്നത് ഗാന്ധിജിയുടെ പഠിപ്പിക്കലുകൾ എന്തായിരുന്നു, എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പഠിപ്പിക്കലിൻ്റെ അന്തസത്ത എന്നുള്ളത്, എസൻസ് ഓഫ് ഹിസ് ടീച്ചിങ്സ് എന്നുള്ള ആശയത്തെ അവിടെ പ്രധാനമായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നു. അടുത്തേക്കുള്ളത് ഇന്ത്യൻസ് വർ അഫ്രൈഡ് ഓഫ്. ഇന്ത്യക്കാർക്ക് ഒരുപാട് പേടികളുണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു ആ പേടികൾ, അവർക്കുണ്ടായിരുന്ന എന്താണ്, ആ ഒരു മനസ്സിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയായിരുന്നു, അത് ഗാന്ധിജിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ കൃത്യമായിട്ടും അനലൈസ് ചെയ്യണം. ഇനി അദ്ദേഹത്തിൻ്റെ പവർഫുൾ വെപ്പൺസ് എന്തൊക്കെയായിരുന്നു, ഗാന്ധിജിയുടെ വളരെ പ്രധാനപ്പെട്ട ആയുധങ്ങൾ ട്രൂത്ത് ആൻഡ് ഫിയർലെസ്നെസ് ആണ്. അപ്പോൾ നോക്കിക്കോളൂ, ആ ഒരു സത്യവും പേടിയില്ലാത്ത ആ ഒരു അവസ്ഥയും, അത് വളരെ പ്രധാനപ്പെട്ട 2 ആശയങ്ങളാണല്ലേ. അപ്പോൾ എന്തായാലും ഈ 2 ആശയങ്ങൾ നമുക്കവിടെ കാണാൻ സാധിക്കുന്നു. ഇനി ഗാന്ധിജി വാസ് എ സൈക്കോളജിസ്റ്റ്. അദ്ദേഹം ഒരു സൈക്കോളജിസ്റ്റിനെ പോലെയാണ് ജനങ്ങളുടെ മനസ്സിലേക്ക് ഇറങ്ങിച്ചെന്നത്. നമുക്കറിയാം, ഒരു സൈക്കോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരുപാട് തിയറികൾ ഉപയോഗിക്കുന്ന വ്യക്തിയാണ്. ഇവിടെ സൈക്കോളജിക്കൽ തിയറി എന്ന് പറയുന്നത് ഒരു സൈക്കോ അനലിറ്റിക്കൽ തിയറിയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഗാന്ധിജി ജനങ്ങളുടെ മനസ്സിലേക്ക് ഇറങ്ങിച്ചെന്നു. ഇനി അടുത്ത് കാണാൻ സാധിക്കുന്നത് ഗാന്ധിജി ദ സിമ്പിൾ ഓഫ് അൺകോംപ്രമൈസിങ് ട്രൂത്ത് ആണ്. അപ്പോൾ ഗാന്ധിജി എന്ന് പറയുന്നത് സത്യത്തിൻ്റെ ജീവനുള്ള പ്രതീകം തന്നെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗാന്ധിജി കാണുമ്പോൾ ആളുകൾക്ക് സത്യം ഫോളോ ചെയ്യണം എന്നുള്ള രീതിയിലേക്ക് വന്നു എന്നുള്ളതാണ്. അടുത്ത നോക്കിയുള്ളൂ, എന്താണ് സത്യം എന്ന വാക്കുകൊണ്ട് ഗാന്ധിജി ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അടുത്ത പോയിന്റായിട്ട് പറഞ്ഞിരിക്കുന്നത് ഹൗ ഡിഡ് ഗാന്ധിജി ഇൻഫ്ലുവൻസ് ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. അപ്പോൾ ഇന്ത്യക്കാർ ഒരുപാട് ഗാന്ധിജി സ്വാധീനിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഏതൊക്കെ വിധത്തിലാണ്, എങ്ങനെയാണ് ഗാന്ധിജിയുടെ സ്വാധീനം നമുക്കിവിടെ കാണാൻ സാധിക്കുക. അടുത്ത അദ്ദേഹത്തിൻ്റെ 2 ടൂഫോൾഡ് ആക്ഷൻസ് ആണ്. 2 തരത്തിലാണ് ഗാന്ധിജി ഇന്ത്യയിൽ പ്രവർത്തിച്ചത്, അല്ലെങ്കിൽ ഇന്ത്യയിൽ ഗാന്ധിജിയുടെ പ്രവർത്തനം 2 തരത്തിലായിരുന്നു. അപ്പോൾ ഒന്ന് ഒരുപക്ഷെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടായിരിക്കാം, മറ്റൊന്നെന്തായിരിക്കാം അല്ലേ. അതൊക്കെ നമുക്ക് ഈ ഒരു ലെസണിൽ പ്രധാനമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ദ മെയിൻ വെപ്പൺസ് ഓഫ് ബ്രിട്ടീഷ് വർ. അപ്പോൾ ബ്രിട്ടീഷുകാർ ഒരുപാട് ആയുധങ്ങൾ ഉപയോഗിച്ചിരുന്നു. ആയുധങ്ങൾ എന്ന് പറയുമ്പോൾ അവർ ചില ടെക്നിക്കുകൾ ഉപയോഗിച്ചിരുന്നു. ഇന്ത്യക്കാരെ കീഴ്പ്പെടുത്തി ഉപയോഗിക്കാനായിട്ട് അവർ ചില ടെക്നിക്കുകൾ ഉപയോഗിച്ചിരുന്നു. അതെന്തൊക്കെയാണ്? അടുത്ത നോക്കുള്ളൂ, നമുക്ക് കാണാൻ സാധിക്കുന്നത് ഹിസ് ഫോളോവേഴ്സ് ആൻഡ് ഹിസ് ലീഡർഷിപ്പാണ്. അദ്ദേഹത്തിൻ്റെ ഡൈനാമിക് ലീഡർഷിപ്പും അദ്ദേഹത്തിൻ്റെ ഫോളോവേഴ്സൊക്കെ എങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. ഇനി അടുത്ത് നോക്കുള്ളൂ, വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് 13ാമത്തെ പോയിന്റ്, ഗാന്ധിജീസ് ഡ്രീംസ് ഓഫ് ഇന്ത്യ.
ഇന്ത്യയെപ്പറ്റി ഗാന്ധി കണ്ട സ്വപ്നം എന്തായിരുന്നു? അത് വളരെ പ്രശസ്തമായിട്ടുള്ള ഒന്നാണ്. നമുക്ക് എത്രത്തോളം അത് ഇന്നത്തെ കാലഘട്ടത്തിൽ അത് നേടിയെടുക്കാൻ സാധിച്ചു എന്നുള്ളത് ചിന്തിക്കേണ്ട വിഷയം തന്നെയാണ്. അടുത്ത നമുക്കറിയാം, വാട്ട് അക്കോർഡിംഗ് ടു ഗാന്ധിജി വാസ് ദ എസെൻഷ്യൽ കൾച്ചർ ഓഫ് ഇന്ത്യ. അപ്പോൾ ഇന്ത്യൻ കൾച്ചറിനെ പറ്റിയിട്ടും ഈ ഒരു ലെസണിൽ പ്രധാനമായിട്ടും ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഫൈനലി ദ അമേസിംഗ് ക്വാളിറ്റീസ് ഓഫ് മഹാത്മാ ഗാന്ധിജി. അപ്പോൾ ഏതായാലും മഹാത്മാഗാന്ധിജിയുടെ വളരെ അത്ഭുതാവഹമായിട്ടുള്ള ഒരുപാട് ഗുണങ്ങളെ പറ്റിയിട്ടും നമുക്ക് ഈ ഒരു ലെസണിൽ കാണാൻ സാധിക്കുന്നു. അപ്പോൾ എന്താണ് ശ്രദ്ധിക്കുക, ഗാന്ധിജി എന്ന് പറയുന്നത് ഒരുപാട് പേരെ സ്വാധീനിച്ച വ്യക്തിയാണ്. നമുക്കറിയാം ലോകത്തിലെ പ്രശസ്തരായിട്ടുള്ള നേതാക്കളൊക്കെ എടുക്കുകയാണെങ്കിൽ ഗാന്ധിജിക്ക് എപ്പോഴും സ്ഥാനമുണ്ട് അല്ലേ. ഗാന്ധിയെ പറ്റി ഇപ്പോഴും ആളുകൾ പഠിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്തായാലും ഒരുപാട് ഗാന്ധിജി അറിഞ്ഞ വ്യക്തി എന്നുള്ള വിധത്തിൽ നെഹ്റു ഇത്രയും കാര്യങ്ങൾ ഈ ഒരു എസ്സയിലൂടെ നമ്മളുമായിട്ട് പങ്കുവെക്കുകയാണ്. ഓരോ പോയിന്റുകളും ഓരോ പാരഗ്രാഫിൻ്റെയും പ്രധാനപ്പെട്ട ആശയങ്ങളായിട്ട് നമുക്ക് കൂട്ടിച്ചേർക്കാവുന്നതാണെന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. സോ നമ്മൾ ആദ്യത്തെ പോയിന്റിലേക്ക് വരികയാണ്, ദ അൺസർട്ടൻ കണ്ടീഷൻ ഓഫ് ഇന്ത്യ. അപ്പോൾ നമുക്കറിയാം, ആസ് ഐ ടോൾഡ് യു, ഡ്യൂറിങ് ഫസ്റ്റ് വേൾഡ് വാർ or immediately after First World War, there was an uncertain condition which was prevailing in India. അപ്പോൾ ഇന്ത്യയിൽ ഒരു തീർച്ചയില്ലാത്ത അവസ്ഥ. നമുക്കറിയാം, യുദ്ധം കഴിയുമ്പോഴേക്കും ഒരുപാട് സമാധാനം ഉണ്ടാകേണ്ട അവസ്ഥയാണ്. പക്ഷേ എന്താ സംഭവിച്ചു നോക്കുള്ളൂ, പീസ് ബ്രോഡ് സ്ട്രിക്റ്റ് ലോസ് ആൻഡ് മിലിറ്ററി പവർ ഇൻ പഞ്ചാബ്. പഞ്ചാബിൽ ശക്തമായിട്ടുള്ള നിയമങ്ങളും ഈ പറഞ്ഞ പോലെ സൈനിക അടിച്ചമർത്തലുകളൊക്കെയാണ് അവിടെ ഉണ്ടായത്. ഓൾ പവർഫുൾ മോൺസ്റ്റർ ആയിട്ട് ബ്രിട്ടീഷ് എംപയർ ഉണ്ടായിരുന്നു. ഇപ്പോൾ ബ്രിട്ടീഷ് ആർമിയും ബ്രിട്ടീഷ് സാമ്രാജ്യത്വം ഒക്കെ ഒരു വലിയൊരു ഭീകര സത്വത്തെ പോലെ ഇന്ത്യക്കാരെ വിഴുങ്ങുന്ന വിധത്തിൽ ഉണ്ടായിരുന്നു. ടോട്ടൽ ഹ്യൂമിലിയേഷൻ ആൻഡ് ആങ്കർ ഫിൽഡ് വിത്ത് ദ മൈൻഡ്സ് ഓഫ് പീപ്പിൾ. ആളുടെ മനസ്സിൽ ഒരുപാട് അവർ ഒരുപാട് ഹ്യൂമിലിയേറ്റ് ചെയ്യപ്പെട്ടു, ഒരുപാട് ഇൻസൾട്ട് ചെയ്യപ്പെട്ടു, ഒരുപാട് ദേഷ്യവും സങ്കടവും ഒക്കെ അവരുടെ മനസ്സിലുണ്ടായി എന്നുള്ളതാണ്. ദേ വർ ഓൾവേസ് അണ്ടർ ദ കൺട്രോൾ ഓഫ് ഫിയർ. എവിടെ നോക്കിയാലും പേടിക്കാതെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ. അത്ര ശക്തമായുള്ള നിയമങ്ങളാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ കൊണ്ടുവന്നത്. ദെയർ ലിംസ് വെർ പാരലൈസ്ഡ്. ഉണ്ടോ, അവരുടെ ഈ പറയുന്ന പോലെ ജോയിൻറ്റുകളൊക്കെ എന്ത് സംഭവിച്ചെന്നറിയോ, പാരലൈസ് ചെയ്യപ്പെട്ടു. അവർക്കൊന്നും എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയും. അത്തരത്തിലുള്ള കഠിനമായിട്ടുള്ള നിയമങ്ങളൊക്കെ അല്ലെങ്കിൽ അടിച്ചമർത്തലുകളൊക്കെ അവരുടെ ജീവിതത്തിലേക്ക് വന്നു. ദെയർ മൈൻഡ്സ് വെർ ഡെഡ്. അവരുടെ മനസ്സൊക്കെ ഒരു ചത്തതിൽ എന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു. അത്രത്തോളം ബ്രിട്ടീഷുകാർ അടിച്ചമർത്തലുകൾ തുടങ്ങിയെന്നുള്ളതാണ്. നമുക്കറിയാം, അൺഎംപ്ലോയ്മെൻറ്റ് ഒരുപാട് കൂടി വന്നു. ആൻഡ് ദേ ബിക്കെയിം ഹെൽപ്ലെസ് ആൻഡ് ഹോപ്പ്ലെസ്. അപ്പോൾ ജനങ്ങൾ ആദ്യ ലോകമഹായുദ്ധത്തിന് ശേഷം ഇന്ത്യയിലുള്ള ജനങ്ങൾക്ക് ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കേണ്ടി വന്നു. നമുക്കതിൻ്റെ ചിത്രങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ആർമി ശക്തമായുള്ള ആർമിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾ പോലും ഈ ആർമിയിലുണ്ടായിരുന്നു. സ്വദേശീയരായിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾ അടിച്ചമർത്തി എന്നുള്ളതാണ്. ഒരു സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥ കണ്ടില്ലേ നിങ്ങൾക്ക്. ജനങ്ങളൊക്കെ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യക്കാരുടെ അവസ്ഥയെ പറ്റിയിട്ടുള്ള ചിത്രങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് ഇന്ത്യ ബിഫോർ ദ അറൈവൽ ഓഫ് ഗാന്ധിജി, ഇന്ത്യ വാസ് അണ്ടർ പോവർട്ടി ആൻഡ് ഡിഫീറ്റിസം. നമുക്കറിയാം, ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്, പ്രത്യേകിച്ചും ഒരു കാലഘട്ടത്തിൽ ഒന്നാം ലോകമഹായുദ്ധത്തിന് ശേഷം ഇന്ത്യയിൽ ശക്തമായിട്ടും ദാരിദ്ര്യത്തിൻ്റെ വലിയൊരു പ്രശ്നം അവിടെ ഉണ്ടായി. എല്ലാ മേഖലയിലും ഡിഫീറ്റിസമാണ്, തോൽവി ഇന്ത്യക്കുണ്ടായി. ആൻഡ് ഇന്ത്യൻസ് ഓഫേർഡ് ദർ ബ്ലഡ്, ടീയേഴ്സ് ആൻഡ് സ്വെറ്റ് ഫോർ ഇന്ത്യാസ് ഫ്രീഡം. ഒരുപാട് ഇന്ത്യക്കാർ അവരുടെ ജീവിതം തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് കൊടുത്തു. ദ ബോഡി ആൻഡ് സോൾ ഓഫ് ഇന്ത്യ വാസ് പോയിസൺഡ്. ഇപ്പോൾ ഇന്ത്യയുടെ ആത്മാവും ശരീരവും ഒക്കെ വിഷലിപ്തമാക്കപ്പെട്ടു. എല്ലായിടത്തും വിഷം കലക്കിയ ഒരവസ്ഥയാണ്. ആൻഡ് ഇറ്റ് വാസ് അറ്റ് ദിസ് ക്രൂഷ്യൽ പീരീഡ് ദാറ്റ് ഗാന്ധി കെയിം. അപ്പോൾ ഈ ഒരു ആളുകളെല്ലാം ഇങ്ങനെ അടിച്ചമർത്തപ്പെട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലിരിക്കുന്ന സമയത്താണ് മഹാത്മാഗാന്ധിജി എന്നറിയപ്പെടുന്ന വളരെ പ്രശസ്തനായ ഒരു വ്യക്തി ജനങ്ങളുടെ മധ്യത്തിലേക്ക് അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇറങ്ങിയത്. അപ്പോൾ നമുക്കറിയാം, അന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യക്കാരുടെയൊക്കെ അവസ്ഥ നമുക്ക് ഈ ചിത്രങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ. അവർക്ക് ദാരിദ്ര്യത്തിൻ്റെ ശക്തമായുള്ള ചിത്രങ്ങളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നൗ ദ അറൈവൽ ഓഫ് ഗാന്ധിജി. നൗ നമുക്കറിയാം, ഇവിടെ ഈ ഒരു ലെസൻ്റെ പ്രധാനപ്പെട്ട ഹൈലൈറ്റും അത് തന്നെയാണ് അല്ലേ. സോ ഹിയർ നെഹ്റു ഹൈലൈറ്റ്സ് ദ ടൈംലി അറൈവൽ ഓഫ് ഗാന്ധിജി ടു ഇന്ത്യൻ പൊളിറ്റിക്സ് ആണ്. അപ്പോൾ ഈ കറക്റ്റ് സമയത്താണ് ഗാന്ധിജി ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് വന്നത്. അപ്പോൾ ഗാന്ധിജിയുടെ വരവിനെ വളരെ മനോഹരമായിട്ടാണ് നെഹ്റു വർണ്ണിച്ചിരിക്കുന്നത്. ഗാന്ധീസ് അറൈവൽ വാസ് ലൈക്ക് എ പവർഫുൾ കറണ്ട് ഓഫ് ഫ്രഷ് എയർ. അപ്പോൾ ആളുകൾക്ക് ഒരുപാട് ശുദ്ധമായി കിട്ടിയ ഒരു അവസ്ഥ പോലെയായിരുന്നു ഗാന്ധിജിയുടെ വരവെന്ന് പറയുന്നത്. ആൻഡ് ഹി വാസ് ലൈക്ക് എ ബീം ഓഫ് ലൈറ്റ് റിമൂവ് ദ ഡാർക്ക്നെസ്. അപ്പോൾ ഗാന്ധിജി എന്ന് പറയുന്നത് ഒരു പ്രകാശത്തിന് വലിയൊരു സ്രോതസ്സായിട്ട് ഒരുപാട് ഇരുട്ടിനെ ജനങ്ങളുടെ മനസ്സിൽ നിന്നും അവരുടെ ജീവിതത്തിൽ നിന്നും ഒരുപാട് ഇരുട്ടിനെ മാറ്റിയ ഒരവസ്ഥയിലേക്ക് ഒരു അവസ്ഥ പോലെയാണ് അദ്ദേഹം വന്നതെന്ന് പറയുകയാണ്.
ആൻഡ് ഹി വാസ് ലൈക്ക് എ വേൾഡ് വിൻ ദാറ്റ് ഇറ്റ് ഇൻഫ്ലുവൻസ് ദ മൈൻഡ്സ് ഓഫ് പീപ്പിൾ. അദ്ദേഹം എന്താ പറയുക, ഒരു ചെറിയ ഒരു കൊടുങ്കാറ്റ് പോലെ, ഒരു ചുഴലിക്കാറ്റ് പോലെ ജനങ്ങളുടെ ചിന്താധാരകളെയൊക്കെ മാറ്റിമറിക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ വന്നു എന്നുള്ളതാണ്. ആൻഡ് ഹി വാസ് വൺ എമംഗ് ഫ്രം ദ മില്യൺസ് ഓഫ് ഇന്ത്യൻ സ്പീക്കിംഗ് ദർ ഓൺ ലാംഗ്വേജ്. അപ്പം അദ്ദേഹം വന്നത് ഒരു ഫോറിനായിട്ടൊന്നുമല്ല, ഒരു വിദേശിയായിട്ടൊന്നുമല്ല, ഇന്ത്യക്കാരനായിരുന്നു അദ്ദേഹം. ഇന്ത്യക്കാരുടെ ഭാഷ സംസാരിച്ചുകൊണ്ടാണ് അദ്ദേഹം ജനങ്ങളുടെ മധ്യത്തിലേക്ക്, ജനങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വന്നത്. അപ്പം അത് തന്നെ എന്താണ്, ജനങ്ങൾക്ക് വലിയൊരു സന്തോഷവും ഒരു ആശ്വാസമൊക്കെ ലഭിച്ച അവസ്ഥയാണ്. സോ ഹിയർ യു ക്യാൻ സി ദ ടൈംലി അറൈവൽ ഓഫ് ഗാന്ധിജി. അദ്ദേഹത്തിൻ്റെ വരവിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ഹൈലൈറ്റ് ചെയ്യപ്പെട്ടത്. സോ ഹിസ് അറൈവൽ വാസ് ലൈക്ക് എ പവർഫുൾ കറണ്ട് ഓഫ് ഫ്രഷ് എയർ. ഇറ്റ് വാസ് ലൈക്ക് എ ബീം ഓഫ് ലൈറ്റ് ആൻഡ് ഇറ്റ് വാസ് ലൈക്ക് എ വേൾഡ് വിൻഡ്. ആ കാര്യങ്ങളൊക്കെ ഒന്ന് പ്രത്യേകം ഓർത്തിരിക്കുക. അപ്പോൾ നോക്കിയുള്ള അദ്ദേഹത്തിൻ്റെ വരവ് നമുക്ക് കാണാൻ സാധിക്കുന്നു. മഹാത്മാഗാന്ധിജി ഇന്ത്യൻ പൊളിറ്റിക്സിലേക്ക് വരുന്ന ആ ഒരു കാഴ്ചപ്പാട് നമുക്കിവിടെ ഈ ചിത്രത്തിൽ കാണാൻ സാധിക്കുന്നു. നൗ ദ എസൻസ് ഓഫ് ഗാന്ധിസ് ടീച്ചിങ്. ഇനി അദ്ദേഹം ഇന്ത്യയിൽ വന്നു. ഇന്ത്യയിൽ വന്നപാടെ പ്രധാനമായിട്ടും ഹൈലൈറ്റ് ചെയ്ത് ഫിയർലെസ്നെസ് ആൻഡ് ട്രൂത്ത് ആണ്. ഇത് രണ്ടുമായിരുന്നു ഗാന്ധിയുടെ പ്രധാനപ്പെട്ട ടീച്ചിങ് എന്ന് പറയുന്നത്. പേടിയില്ലാതെ ഇരിക്കുക, സത്യത്തെ ഫോളോ ചെയ്യുക. ആൻഡ് ഗാന്ധി വർക്ക് ഫോർ ദ വെൽഫെയർ ഓഫ് ദ പീപ്പിൾ. ഇപ്പോൾ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ് ഗാന്ധിജി പ്രധാനമായിട്ടും വർക്ക് ചെയ്തത്. ആൻഡ് നോക്കിക്കോളൂ, ഗാന്ധിജി എംഫസൈസ്ഡ് അഭയ. എന്താണ് അഭയ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അഭയ മീൻസ് ആബ്സെൻസ് ഓഫ് ഫിയർ ഫ്രം ദ മൈൻഡ്. കണ്ടോ, മനസ്സിൽ പേടിയില്ലാത്ത അവസ്ഥ. അപ്പോൾ ഗാന്ധിജി മനസ്സിലാക്കുന്നതാണ്. ഗാന്ധിയുടെ പ്രധാനപ്പെട്ട ആശയങ്ങളും അത് തന്നെയായിരുന്നു. സത്യവും ഒപ്പം തന്നെ നിർഭയത്വവും, പേടിയില്ലാത്ത അവസ്ഥയും. ഈ രണ്ട് കാര്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ടാണ് ജനങ്ങളെ അദ്ദേഹം തൻ്റെ കാര്യങ്ങൾ അറിയിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് വന്നത്. അപ്പോൾ എന്തായാലും ഗാന്ധിയുടെ പഠിപ്പിക്കലുകളുടെ പ്രധാനപ്പെട്ട അന്തസത്ത എന്ന് പറയുന്നത് ഫിയർലെസ്നെസ് ആൻഡ് ട്രൂത്ത് ആണ്. നിർഭയത്വവും ഒപ്പം തന്നെ സത്യവുമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ആയുധങ്ങൾ എന്ന് പറയുന്നത്. സോ ഹിയർ യു ക്യാൻ സി മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ്. കണ്ടോ, വളരെ മനോഹരമായിട്ടാണ്. ഗാന്ധി അത്രത്തോളം പവർഫുള്ളായ ഒരു വ്യക്തിത്വമായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്കും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിനും ഒരുപാട് സാമ്യമുണ്ടായിരുന്നു. അതെല്ലാം ഒന്നിച്ചു കൊണ്ടുപോകുന്ന വ്യക്തിയായിരുന്നു മഹാത്മാഗാന്ധിജി എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. Now Gandhiji understood that fear was the major problem that affected the people. അപ്പോൾ ഗാന്ധിജി ഇന്ത്യയിലേക്ക് വന്ന സമയത്ത് ഗാന്ധിജി പ്രധാനമായിട്ട് മനസ്സിലാക്കിയ കാര്യം, ജനങ്ങളുടെ മനസ്സിൽ എന്താണ്, പേടിയുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ആൻഡ് ദ ഇന്ത്യൻസ് വെർ അഫ്രൈഡ് ഓഫ്, ഇന്ത്യക്കാർക്കുണ്ടായിരുന്ന പ്രധാനമായിട്ട് പേടികൾ എന്തൊക്കെയായിരുന്നു? ദേ വെർ അഫ്രൈഡ് ഓഫ് ബ്രിട്ടീഷ് ആർമി, ദേ വെർ അഫ്രൈഡ് ഓഫ് ദ പോലീസ്, ദേ വെർ അഫ്രൈഡ് ഓഫ് ദ ലാൻഡ് ലോർഡ്സ്, they were afraid of widespread secret service, they were afraid of official class, and also they were afraid of money lenders. അപ്പോൾ ആളുകൾക്ക് ഇവരെയൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട പേടി എന്ന് പറയുന്നത്. അപ്പോൾ ഈ പേടി ഇല്ലാതാക്കുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ദൗത്യമാണ് ഗാന്ധിജി ആദ്യം ഏറ്റെടുത്തത്. ആൻഡ് they were also feared unemployment and starvation. കണ്ടോ, ഇതൊക്കെ കാരണം ആളുകളുടെ മനസ്സിൽ പേടി എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട മനസ്സിലുള്ളൊരു പ്രധാനപ്പെട്ട ആശയത്തെ ഗാന്ധിജി കൃത്യമായിട്ട് കണ്ടെത്തുകയായിരുന്നു. ഒരുപക്ഷെ വസ്ത്രങ്ങളോ മറ്റുള്ള കാര്യങ്ങളൊന്നുമല്ല ഗാന്ധിജി ആദ്യം കണ്ടെത്തിയത്, ഈ ഒരു പേടിയാണ്. ആ പേടി ഇല്ലാതാക്കാനായിട്ട് എന്താണ് ചെയ്യാൻ സാധിക്കുക? നോക്കിക്കോളൂ, അടുത്ത ഇതിലേക്ക് വരാൻ സാധിക്കുന്നു. ട്രൂത്ത് ആൻഡ് ഫിയർലെസ്നെസ്. അപ്പോൾ ഗാന്ധിജി പറഞ്ഞു, ഇഫ് യു ഫോളോ ദ ട്രൂത്ത് ദർ ഈസ് നോ പ്ലേസ് ഫോർ ഫിയർ. നിങ്ങൾ സത്യത്തെ ഫോളോ ചെയ്യുകയാണെങ്കിൽ അവിടെ എന്താ അറിയോ, ഫിയറിന്, പേടിക്കൊരു പ്രാധാന്യവുമില്ല എന്നുള്ളതാണ്. സോ ട്രൂത്ത് ആൻഡ് ഫിയർലെസ്നെസ് ദ പവർഫുൾ വെപ്പൺസ് ഓഫ് ഗാന്ധിജി സെഡ്. അപ്പോൾ ഗാന്ധി വന്നവിടെ പറഞ്ഞു, ബി നോട്ട് അഫ്രൈഡ്, നിങ്ങൾ പേടിക്കരുത്. ഗാന്ധി ഇന്ത്യക്കാരോട് ആദ്യം ആഹ്വാനം ചെയ്തതും അത് തന്നെയാണ്. ഹി എക്സോർട്ടഡ് ദ പീപ്പിൾ ബി നോട്ട് അഫ്രൈഡ് എന്നുള്ളൊരു ആശയത്തെ അദ്ദേഹം പ്രധാനമായിട്ട് ഹൈലൈറ്റ് ചെയ്തു. അണ്ടർ ഹിസ് ലീഡർഷിപ്പ് ഫിയർ വാസ് റിമൂവ്ഡ് ഫ്രം ദ മൈൻഡ്സ് ഓഫ് പീപ്പിൾ. അപ്പോൾ ആളുടെ മനസ്സിൽ നിന്നും പതുക്കെ പേടി ഇല്ലാതായി എന്നുള്ളതാണ്. കാരണം ആ രീതിയിൽ ഗാന്ധി എന്താ അറിയോ, ചില ടെക്നിക്കുകൾ ഉപയോഗിച്ചു. ഫിയർ ഈസ് ദ കമ്പാനിയൻ ഓഫ് ഫാൾസ്ഹുഡ്. ഫാൾസ്ഹുഡ് എന്ന് പറയുമ്പോൾ തെറ്റാണല്ലേ, തെറ്റ് ചെയ്യുന്നവർക്കാണ് പേടി ഉണ്ടാവുക. അപ്പോൾ ഗാന്ധിജി പറഞ്ഞു, യു ഫോളോ ദ ട്രൂത്ത് ആൻഡ് യു വിൽ ബിക്കം ഫിയർലെസ്. അപ്പോൾ നോക്കിക്കോളൂ, നിങ്ങൾ സത്യത്തെ ഫോളോ ചെയ്യുക. സത്യത്തെ ഫോളോ ചെയ്താൽ ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ കണ്ടില്ലേ, പേടിയുള്ളിടത്ത് എന്താണ്, അവിടെ പ്രധാനമായിട്ടും ഫാൾസ്ഹുഡാണ്, തെറ്റുള്ള അവസ്ഥയാണ്, കളവ് നടക്കുന്ന അവസ്ഥയാണ്. അവിടെ എന്താണ്, അവിടെ ചതി ഉള്ള അവസ്ഥയാണ്. എന്നാൽ ശ്രദ്ധിക്കാം, ഇഫ് യു ആർ ഫോളോയിങ് ദ ട്രൂത്ത് യു വിൽ ബിക്കം ഫിയർലെസ്. നിങ്ങൾക്ക് പേടിയില്ലാത്ത അവസ്ഥയിലേക്ക് വരാൻ സാധിക്കും. അപ്പോൾ നോക്കിയോളൂ, നമ്മൾ സത്യത്തെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആരെയും പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഗാന്ധി അത് തന്നെയാണ് ആവശ്യപ്പെട്ടത്. സോ ഇന്ത്യൻ ഡിഡ് നോട്ട് ബിക്കം ട്രൂത്ത്ഫുൾ ഓൾ ഓഫ് എ സഡൻ. പെട്ടെന്ന് ഇന്ത്യക്കാരെല്ലാവരും സത്യത്തെ ഫോളോ ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ എന്താ പറയുക, ഗാന്ധിജി എന്ന് പറയുന്ന വ്യക്തി മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ അവർക്ക് മുമ്പിൽ നിൽക്കുമ്പോൾ അവർക്ക് സത്യത്തെ ഫോളോ ചെയ്യേണ്ടതായി വന്നു. അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്.
and however there was a change in their behavior. അപ്പോൾ slowly or gradually you can see a change in their behavior. പതുക്കെ പതുക്കെ ആളുകൾ മാറാൻ തുടങ്ങി. അവർ സത്യസന്ധരായപ്പോൾ അവർക്ക് എന്താണ്, ആരെയും അവരുടെ മനസ്സിൽ നിന്നും പേടി മാറി. അപ്പോൾ എന്ത് സംഭവിച്ചു, ബ്രിട്ടീഷുകാരെ പ്രതിരോധിക്കാനുള്ള ഒരു വലിയ ശക്തിയും അവർക്ക് ലഭിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഗാന്ധിജിയുടെ ആ ഒരു പ്രത്യേക ഒരു രീതിയിലുള്ള ലീഡർഷിപ്പ് അങ്ങനെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ ഒരു വെപ്പൺസ് അതൊക്കെയായിരുന്നു എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അടുത്ത് നോക്കുള്ളൂ, ഇവിടെ കാണാൻ സാധിക്കുന്നു ബി ട്രൂത്ത്ഫുൾ, ജെന്റിൽ ആൻഡ് ഫിയർലെസ്. അപ്പോൾ ഗാന്ധിജി അതൊക്കെയാണ് ജനങ്ങളോട് ആഹ്വാനം ചെയ്തത്. നിങ്ങൾ സത്യസന്ധരായിരിക്കുക, വളരെ ജെന്റിലായിരിക്കുക, പേടിയില്ലാത്തവരായിരിക്കുക. ഗാന്ധിജി ഇതൊക്കെയാണ് ജനങ്ങളോട് ആഹ്വാനം ചെയ്തത്. സത്യത്തെ ഫോളോ ചെയ്യുക, അവിടെ പേടിയില്ലല്ലോ. വളരെ പ്രധാനപ്പെട്ട ആശയത്തെ ഗാന്ധിജി കൃത്യമായിട്ടും അനലൈസ് ചെയ്തുകൊണ്ടാണ് സംസാരിച്ചത്. ഇനി ഗാന്ധിജി വാസ് എ സൈക്കോളജിസ്റ്റാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗാന്ധിജി ഒരു മനഃശാസ്ത്രജ്ഞനെ പോലെയായിരുന്നു. നമുക്കറിയാം ഗാന്ധിജി ബ്രോഡ് എ സൈക്കോളജിക്കൽ ചേഞ്ച് ഇൻ പീപ്പിൾ. അപ്പോൾ ജനങ്ങളുടെ മനസ്സിൽ തന്നെ എന്താ അറിയോ, ഒരു മാനസിക പരിവർത്തനം ഉണ്ടാക്കാനായിട്ട് ഗാന്ധിജിക്ക് സാധിച്ചു. എ സൈക്കോളജിസ്റ്റ് പ്രോബ് ഡീപ്പ് ഇൻ ടു ദ പേഷ്യൻസ് പാസ്റ്റ് ടു ഫൈൻഡ് ഔട്ട് ദ ഒറിജിൻസ് ഓഫ് ഹിസ് കോംപ്ലക്സസ്. അപ്പോൾ നമുക്കറിയാം ഒരു സൈക്കോളജിസ്റ്റ് എന്താ ചെയ്യുന്നത്, ഒരു വ്യക്തിയുടെ മനസ്സിൽ കയറിയിട്ട് അയാളുടെ കഴിഞ്ഞ കാലഘട്ടത്തെ അനലൈസ് ചെയ്തുകൊണ്ട് അയാളുടെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് അല്ലേ. ഗാന്ധിജിയും അത് തന്നെയാണ് ചെയ്തത്. ഗാന്ധിജി ഡിഡ് ദ സെയിം. ഹി പ്രോബ്ഡ് ഡീപ്പ് ഇൻ ടു ദ മൈൻഡ്സ് ഓഫ് ഇന്ത്യൻസ് ആൻഡ് എക്സ്പോസ്ഡ് ദ നീഡ്ലെസ്നെസ് ഓഫ് ഫിയർ. ദേ വെയർ മെയ്ഡ് ടു ഫീൽ അഷെയിംഡ് ഓഫ് ബീയിങ് അണ്ടർ എ ഫോറിൻ റൂൾ. അപ്പോൾ ശരിക്കും പറഞ്ഞ് ആളുകളുടെ മനസ്സിലേക്ക് പോയി, ആളുടെ മനസ്സിലെന്താണ്, പേടിയാണ് പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ആ പേടിയെ ഇല്ലാതാക്കാനായിട്ട് സത്യത്തെ ഫോളോ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ സത്യത്തെ ഫോളോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു, നമ്മളെന്താ അറിയോ, ഈ വൈദേശിക ഭരണത്തിൽ കീഴിൽ ജീവിക്കേണ്ടവരല്ല എന്ന് ഒരു ചിന്താഗതി നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരണമെന്നും ഗാന്ധിജി ആവശ്യപ്പെട്ടു. ആൻഡ് ഹിയർ കെയിം എ നീഡ് ഇൻ ദ മൈൻഡ്സ് ഓഫ് പീപ്പിൾ ടു ത്രോ എവേ ഫോറിൻ റൂൾ. കണ്ടോ, ശരിക്കും പറഞ്ഞാൽ ആ പേടി ഇല്ലാതായപ്പോൾ സംഭവിച്ചറിയോ, വൈദേശിക ഭരണത്തെ എന്താണ് എതിർക്കാനായിട്ടും അവരെ നമ്മുടെ ഭൂമിയിൽ നിന്നും തുരത്താനായിട്ടുള്ള ആ ഒരു ശക്തി അവർക്ക് ലഭിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഗാന്ധിജി അത് കൃത്യമായിട്ട് മനസ്സിലാക്കി. ഫിയർ ഈസ് ദ റൂട്ട് കോസ് ഓഫ് ഓൾ പ്രോബ്ലംസ് എന്നുള്ളത് അദ്ദേഹത്തിന് മനസ്സിലായി എന്നുള്ളതാണ്. ആൻഡ് ഹി അണ്ടർസ്റ്റുഡ് ദ പ്രോബ്ലംസ് ഓഫ് ഇന്ത്യൻ പീപ്പിൾ ആൻഡ് ട്രീറ്റഡ് ദം. It was like a psychological change. There was a psychological reaction also people felt. ഇപ്പോൾ പതുക്കെയാണ്, വളരെ ഒത്തിരി സമയമെടുത്തു. പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് സംഭവിച്ച ഒരു പ്രോസസ്സൊന്നുമല്ല. ഗാന്ധിജി പതുക്കെ എന്താണ് ആളുകളുടെ മനസ്സിലേക്ക് ഇറങ്ങിച്ചെന്നു. അവരുടെ യഥാർത്ഥ പ്രശ്നം മനസ്സിലാക്കി, പേടിയാണെന്ന് മനസ്സിലാക്കി. ആ പേടി ഇല്ലാതാക്കാനായിട്ട് സത്യത്തെ ഫോളോ ചെയ്യാൻ പറഞ്ഞു. സത്യത്തെ ഫോളോ ചെയ്തപ്പോൾ ഗാന്ധിജി അവരോട് പറഞ്ഞു, അങ്ങനെ ഫോളോ ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ പേടിയില്ല, പിന്നെ നിങ്ങൾ എന്തിനാണ് വൈദേശിക ഭരണത്തെ, ഫോറിൻ റൂളിനെ നിങ്ങൾ എന്തിനു പേടിക്കണം. അപ്പോൾ ആ ഒരു കാര്യത്തോട് ഗാന്ധി കൃത്യമായിട്ടും എന്താണ് അവരോട് സംസാരിക്കുകയും പതുക്കെ ആളുകൾക്കത് ഫീൽ ചെയ്യാൻ തുടങ്ങി. നമ്മൾ എന്തിനാണ് ഈ ഫോറിൻ റൂൾ അല്ലെങ്കിൽ വൈദേശിക ഭരണത്തിൻ്റെ കീഴിൽ ജീവിക്കേണ്ടത്, നമുക്കെന്താണ് നമ്മുടേതായ ഒരു ഭരണം നമ്മൾ കൊണ്ടുവരേണ്ടതല്ലേ. അപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വേണമെന്നുള്ള ആവശ്യം അവരുടെ മനസ്സിൽ കൂടുതൽ എന്താണ് അടിയുറച്ചു വന്നു എന്നുള്ളതാണ്. നൗ ഗാന്ധിജി ദ സിംബൽ ഓഫ് അൺകോംപ്രമൈസിങ് ട്രൂത്ത് ആണ്. അപ്പോൾ ഗാന്ധിജി എന്ന് പറയുന്ന സത്യത്തിൻ്റെ എന്താ അറിയോ, ഒരിക്കലും നമുക്ക് മാറ്റി നിർത്താൻ സാധിക്കാത്ത ഒരു സിംബലായിരുന്നു. അപ്പോൾ ജനങ്ങളുടെ മുമ്പിൽ അദ്ദേഹം നിൽക്കുമ്പോൾ ആളുകൾക്ക് എന്താണ് മാറി ചിന്തിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. പീപ്പിൾ ഡിസൈഡഡ് നോട്ട് ടു സബ്മിറ്റ് ടു ബ്രിട്ടീഷേഴ്സ്. അപ്പോൾ ആളുകൾ പതുക്കെ എന്താ അറിയോ, ബ്രിട്ടീഷുകാർക്ക് കീഴിൽ എന്താണ് താങ്കൾ ജോലി ചെയ്യേണ്ടവരല്ല, അല്ലെങ്കിൽ അവരുടെ മുമ്പിൽ തലകുനിച്ച് നിൽക്കേണ്ടവരല്ല എന്നുള്ള ചിന്താഗതി ജനങ്ങളുടെ മനസ്സിലുണ്ടായി. ആൻഡ് ദേ ബിക്കെയിം ട്രൂത്ത്ഫുൾ. കാരണം അവർ സത്യസന്ധരായി, അവർക്ക് പേടിയില്ലാത്ത അവസ്ഥയിലേക്ക് അവർ വന്നു എന്നുള്ളതാണ്. ഗാന്ധിജി ഓൾവേസ് റിമൈൻഡഡ് ദം ടു ബി ട്രൂത്ത്ഫുൾ. ഗാന്ധിജി എപ്പോഴും എവിടെ പോയാലും ജനങ്ങളോട് പറഞ്ഞത് യു ഹാവ് ടു ബി ട്രൂത്ത്ഫുൾ, നിങ്ങൾ എപ്പോഴും സത്യസന്ധരായിരിക്കുക. അപ്പോൾ പറഞ്ഞിരിക്കുന്ന കൊട്ടേഷൻ കൊടുത്തിരിക്കുന്നു, ദെയർ ഈസ് നോ ഗോഡ് ഹയർ ദാൻ ട്രൂത്ത്. ഉണ്ടോ, ദൈവം എന്ന് പറയുന്നത് സത്യം തന്നെയാണ്, അതിനപ്പുറത്തേക്ക് മറ്റൊന്നില്ല. അപ്പോൾ അതുകൊണ്ട് സത്യത്തെ ഫോളോ ചെയ്യാനായിട്ട് ഗാന്ധിജി വീണ്ടും വീണ്ടും ആവശ്യപ്പെട്ടു. അപ്പോൾ സത്യം എന്ന് പറയുന്ന ആ ഒരു ആശയത്തെ ഒരുപാട് ഹൈലൈറ്റ് ചെയ്ത വ്യക്തിത്വമാണ് മഹാത്മാഗാന്ധി എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. മൈ എക്സ്പെരിമെൻറ്റ്സ് വിത്ത് ട്രൂത്ത്, അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രാഫിയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ എന്തായാലും ഈ രീതിയിൽ ഗാന്ധിജി ജനങ്ങളുടെ മുമ്പിൽ സത്യത്തിൻ്റെ ആർക്കും തോൽപ്പിക്കാൻ സാധിക്കാത്ത ഒരു വലിയ സിംബലായിട്ട്, പ്രതിരൂപമായിട്ട് ഗാന്ധിജി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇനി വാട്ട് അക്കോർഡിംഗ് ടു ഗാന്ധിജി ഈസ് ട്രൂത്ത്, സത്യത്തെപ്പറ്റി ഗാന്ധിജി എന്താണ് പറയുന്നത്. അപ്പം ഇവിടെ ജവഹർലാൽ നെഹ്റു അതും എന്താണ് ഗാന്ധിജിയുടെ ഭാഗത്തുനിന്നും കണ്ടെത്തിയിരിക്കുകയാണ്. ട്രൂത്ത്സ് ആർ റിലേറ്റീവ് ആൻഡ് അബ്സല്യൂട്ട് ട്രൂത്ത് ഈസ് ബിയോണ്ട് അസ്. ശരിക്കും സത്യം എന്ന് പറയുന്നത് അറിയോ, ട്രൂത്ത് ഈസ് ഓൾവേസ് ഡിഫറെൻറ്റ് ഫോർ ഡിഫറെൻറ്റ് പീപ്പിൾ. സത്യം എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഓരോ തരത്തിലാണ്. എൻ്റെ സത്യമായിരിക്കില്ല മറ്റൊരാളുടെ സത്യം എന്ന് പറയുന്നത്. സത്യം എപ്പോഴും എന്താണ്, അത് റിലേറ്റീവാണ്, അത് മാറ്റങ്ങൾക്ക് വിധേയമാണ്.
ആൻഡ് യഥാർത്ഥ സത്യം നമ്മൾ കാണുന്നതിലും അപ്പുറത്തേക്കാണ്. എന്തായാലും നോക്കിക്കോളൂ, ഡിഫറെൻറ്റ് പേഴ്സൺസ് ടേക്ക് ഡിഫറെൻറ്റ് വ്യൂസ് ഓഫ് ട്രൂത്ത് ആൻഡ് ഈച്ച് പേഴ്സൺ ഈസ് പവർഫുള്ളി ഇൻഫ്ലുവൻസ്ഡ് ബൈ ഹിസ് ഓൺ ബാക്ക്ഗ്രൗണ്ട്, ട്രെയിനിങ് ആൻഡ് ഇമ്പൾസസ്. അപ്പോൾ നമ്മുടെ ജീവിത കാലഘട്ടങ്ങൾ, നമ്മുടെ ജീവിതത്തിലെ നമ്മൾ ജനിച്ചു വളർന്ന കാലഘട്ടങ്ങൾ, നമ്മുടെ എക്സ്പീരിയൻസ്, നമ്മുടെ ട്രെയിനിങ്, നമുക്കുള്ള ഉള്ളിലുള്ള നമ്മുടെ ആ ഇമ്പൾസസ് അല്ലേ, ആ ഒരു പ്രേരണകൾ, ഇതെല്ലാം വെച്ചുകൊണ്ടാണ് നമ്മൾ സത്യത്തെ കാണുക. അപ്പോൾ സത്യം എന്ന് പറയുന്നത് ഓരോ വ്യക്തികൾക്കും വ്യത്യസ്തമായിട്ടാണ് ഫീൽ ചെയ്യുക. അത് റിലേറ്റീവാണ് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഗാന്ധിജി ബിലീവ് ദാറ്റ് ട്രൂത്ത് ഈസ് വാട്ട് ആൻ ഇൻഡിവിജ്വൽ ഹിംസെൽഫ് ഫീൽസ് ആൻഡ് നോസ് ടു ബി ട്രൂ. അവനവന് ശരി എന്ന് തോന്നുന്നതാണ് അവനവൻ്റെ ശരി എന്ന് പറയുന്നത്. ഓരോരുത്തർക്കും സത്യം എന്താണ്, വ്യത്യസ്തമായിട്ടാണ് ഫീൽ ചെയ്യുക. ഇത് നോക്കുമ്പോൾ സത്യത്തെ പറ്റി നമുക്കൊരു ഡെഫിനിഷൻ എടുക്കുകയാണെങ്കിൽ, ട്രൂത്ത് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് ബീയിങ് ഇൻ അക്കോർഡ് വിത്ത് ദ ഫാക്ട് ഓർ റിയാലിറ്റി. അപ്പോൾ യഥാർത്ഥ ഫാക്റ്റുകളിലെ വസ്തുതകളെയും ഒപ്പം തന്നെ യാഥാർത്ഥ്യത്തെയൊക്കെ അടിസ്ഥാനമായിട്ട് പോകുന്ന ഒന്നാണ് സത്യം എന്ന് പറയുന്നത്. എന്നാൽ ഈ സത്യം എന്താണ്, ഓരോ വ്യക്തികൾക്കും പലതരത്തിലാണ് ഫീൽ ചെയ്യുക, പലതരത്തിലാണ് അത് കാണപ്പെടുക. എന്തായാലും സത്യത്തെ പറ്റിയിട്ടുള്ള ഒരു കൊട്ടേഷനായിട്ട് ഗാന്ധിജി കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഗാന്ധിജിയുടെ ആശയം എന്ന് പറയുന്നത്, ഹി ബിലീവ്ഡ് ദാറ്റ് ട്രൂത്ത് ഈസ് വാട്ട് ആൻ ഇൻഡിവിജ്വൽ ഹിംസെൽഫ് ഫീൽസ് ആൻഡ് നോസ് ടു ബി ട്രൂ. ഒരു വ്യക്തിക്ക് എന്താണോ തോന്നുന്നത്, അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് എന്താണോ അറിയുന്നത്, അതായിരിക്കും അവൻ്റെ ശരിയെന്ന് പറയുന്നത്. ഓരോരുത്തർക്കും സത്യം എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്, റിലേറ്റീവ് ആണെന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ട്രൂത്ത് അലോൺ വിൽ എൻഡ്യൂർ, ഓൾ ദ റെസ്റ്റ് വിൽ ബി സ്വെപ്റ്റ് അവേ ബിഫോർ ദ ടൈഡ് ഓഫ് ടൈം. കണ്ടോ, സത്യത്തിൽ ഈ സമയം എന്ന് പറയുന്നത്, സത്യം എന്ന് പറയുന്നത് സമയത്തിനൊക്കെ അതീതമാണ്. അത് എന്താണ് സത്യം, യഥാർത്ഥ സത്യം എന്താണ്, എന്നും നിലനിൽക്കും എന്നുള്ളതാണ്. ബാക്കിയെല്ലാം ഇങ്ങനെ എന്താണ്, അതിങ്ങനെ ഒഴുകിപ്പോയിക്കൊണ്ടേയിരിക്കും. സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുള്ളൂ, കാലത്തിനൊപ്പം എന്താണ്, അതും ഒഴുകി പോയിക്കൊണ്ടേയിരിക്കും. എന്നാൽ സത്യം മാത്രം എന്നും നിലനിൽക്കും എന്നുള്ളൊരു കൊട്ടേഷൻ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. ദാറ്റ് ഈസ് ഗിവൺ ബൈ മഹാത്മാഗാന്ധിജി. ഇനി നമുക്കിവിടെ എങ്ങനെയാണ് ഗാന്ധിജി ജനങ്ങളെ സ്വാധീനിച്ചത്? ഹൗ ഡിഡ് ഗാന്ധിജി ഇൻഫ്ലുവൻസ് ദ പീപ്പിൾ ഓഫ് ഇന്ത്യ? ഗാന്ധിജി ഇൻഫ്ലുവൻസ്ഡ് മില്യൺസ് ഓഫ് പീപ്പിൾ ഇൻ ഇന്ത്യ. സം ചേഞ്ച്ഡ് ദെയർ ലൈഫ്സ് ടോട്ടലി. ചില ഇന്ത്യക്കാർ അവരുടെ ജീവിതത്തെ മുഴുവൻ അങ്ങ് മാറ്റിമറിച്ചു, ഗാന്ധിജിയെ ഫോളോ ചെയ്തു. സം വെർ ഓൺലി പാർട്ട്ലി അഫക്റ്റഡ്. ചില ആളുകൾ മുഴുവനും ഗാന്ധിജിയെ ഫോളോ ചെയ്തില്ല, കുറച്ചൊക്കെ ഗാന്ധിജി പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടു. ആൻഡ് സം വെർ ഡൗട്ട്ഫുൾ അബൌട്ട് ഹിസ് ആക്ഷൻസ്. ചില ആളുകൾ ഗാന്ധിജിയെ സംശയത്തോടെയാണ് കണ്ടത്. അപ്പോൾ നോക്കിയോളൂ, 3 തരത്തിലാണ് ആളുകളുടെ റിയാക്ഷൻ എന്ന് പറയുന്നത്. ചില ആളുകൾ ദേ ചേഞ്ച്ഡ് ദെയർ ലൈഫ്സ് ടോട്ടലി, മുഴുവനായിട്ടും മാറ്റി എന്നുള്ളതാണ്. ചില ആളുകൾ എന്താണ്, ഒരു പകുതിയൊക്കെ അവരുടെ ജീവിതത്തെ മാറ്റിമറിച്ചു. എന്നാൽ ചില ആളുകളോ ഒട്ടും മാറ്റിമറിക്കാതെ സംശയത്തോടെ ഗാന്ധിജിയെ കണ്ടു എന്നുള്ളതാണ്. അപ്പോൾ ഈ രീതിയിലൊക്കെയാണ് ഗാന്ധിജി ജനങ്ങളെ സ്വാധീനിച്ചതെന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നൗ ഹിസ് 2-fold ആക്ഷൻസ് ആണ്. നേരത്തെ പറഞ്ഞതുപോലെ ഗാന്ധിജി ഇന്ത്യൻ പൊളിറ്റിക്സിലേക്ക് വന്നു, ഒപ്പം തന്നെ അദ്ദേഹം തൻ്റെ പ്രധാനപ്പെട്ട തത്വങ്ങളൊക്കെ പഠിപ്പിച്ചുകൊണ്ട് മുന്നേറി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ 2 മേഖലകളെ പ്രധാനമായിട്ട് ഊന്നിക്കൊണ്ടായിരുന്നു. സോ ഗാന്ധിസ് മെത്തേഡ് ഓഫ് ആക്ഷൻ വാസ് 2-fold. 2 തരത്തിലുള്ള പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങളായിരുന്നു ഗാന്ധിജിക്കുണ്ടായിരുന്നത്. ഒന്നാമത്തെ കാര്യം, ചലഞ്ചിങ് ആൻഡ് റെസിസ്റ്റിംഗ് ദ ഫോറിൻ റൂൾ. അപ്പോൾ ആദ്യം തന്നെ എന്താണ്, ഈ പറയുന്ന പോലെ വൈദേശിക ആധിപത്യത്തെ എതിർക്കുക, അതിനെന്താണ് തോൽപ്പിക്കുക, റെസിസ്റ്റ് ചെയ്യുക. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഗാന്ധിജിയുടെ പ്രവർത്തനങ്ങളുടെ ഒന്നാമത്തെ ആക്ഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫൈറ്റ് അഗെയിൻസ്റ്റ് ഓൾ സോഷ്യൽ ഈവിൾസ് ഇൻ ഇന്ത്യ. അപ്പോൾ ഇന്ത്യയിൽ ഗാന്ധിജിയൊക്കെ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഒരുപാട് സാമൂഹ്യ തിന്മകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സാമൂഹ്യ തിന്മകൾക്കെതിരെ പോരാടുക. അപ്പോൾ 2 കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നോക്കിയുള്ളൂ, ജനങ്ങളുടെ സ്വാതന്ത്ര്യവും ഒപ്പം തന്നെ എന്താണ്, ജനങ്ങളുടെ ജീവിത നിലവാരമൊക്കെ ഉയർത്തുക എന്നുള്ളത്. ദ മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ ആക്ഷൻ വാസ് ദ ഫ്രീഡം ഓഫ് ഇന്ത്യ, നാഷണൽ യൂണിറ്റി. കണ്ടോ, ഗാന്ധിജിയുടെ തത്വങ്ങളാണ് അതൊക്കെ. ആൻഡ് എൻഡ് ഓഫ് ദ കേഴ്സ് ഓഫ് അൺടച്ചബിലിറ്റി, അല്ലേ, തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ ഒക്കെ ഇല്ലാതാക്കുക. റേസിംഗ് ദ പുവർ സെക്ഷൻ ഓഫ് ദി സൊസൈറ്റി. ഉണ്ടോ, ഏറ്റവും താഴേക്കിടയിലുള്ള ആളുകൾക്ക് ഉന്നമനം കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ ഗാന്ധിജിയുടെ തത്വങ്ങളാണ്. ഗാന്ധിജിയുടെ പ്രവർത്തനങ്ങൾ ഇങ്ങനെയൊക്കെയായിരുന്നു. അപ്പോൾ എന്ത് പ്രവർത്തനങ്ങളിലും ഗാന്ധിജി ഈ പറഞ്ഞ 2 തരത്തിലുള്ള ആക്ഷൻസ് ആണ് കൊണ്ടുവന്നിരിക്കുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഒന്നാമത്തെ ആക്ഷൻ ചലഞ്ചിങ് ആൻഡ് റെസിസ്റ്റിംഗ് ദ ഫോറിൻ റൂൾ. സെക്കൻഡ് വൺ ഈസ് ഫൈറ്റ് അഗെയിൻസ്റ്റ് ഓൾ ദ സോഷ്യൽ ഈവിൾസ്. ഇനി ഒപ്പം തന്നെ അതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ദ ഫ്രീഡം ഓഫ് ഇന്ത്യ, അല്ലെങ്കിൽ നാഷണൽ യൂണിറ്റി, അല്ലേ, വി ദ ഇന്ത്യൻസ് എന്നുള്ള ആ ഒരു ഫീലിംഗ് ഉണ്ടാക്കിയെടുക്കുക. ഒപ്പം തന്നെ എന്താണ്, സ്വാതന്ത്ര്യം നേടിയെടുക്കുക. ദ എൻഡ് ഓഫ് ദ കേഴ്സ് അൺടച്ചബിലിറ്റി ആണ്, അല്ലേ, തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ എന്നുള്ള ആ ഒരു ശാപത്തെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. ഒപ്പം തന്നെ റേസിംഗ് ദ പുവർ സെക്ഷൻ ഓഫ് ദി സൊസൈറ്റി. സമൂഹത്തിൽ ഏറ്റവും താഴേക്കിടയിൽ കിടക്കുന്ന ഒരുപക്ഷെ കർഷകരായിരിക്കാം, പാവപ്പെട്ടവരായിരിക്കാം, അവരെ ഉയർത്തിക്കൊണ്ടുവരിക. ഇതൊക്കെയാണ് ഗാന്ധിജിയുടെ പ്രവർത്തനങ്ങളുടെ പ്രധാനപ്പെട്ട ആ ഒരു ഒബ്ജക്റ്റീവ്സ്, ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്.
ഇനി അറ്റ് ദിസ് ടൈം ദ ഫണ്ടമെൻ്റൽ ഒബ്ജക്റ്റീവ് ഓഫ് ദ കോൺഗ്രസ് വാസ് ടു അറ്റൈൻ പൊളിറ്റിക്കൽ ഫ്രീഡം. ഇപ്പോൾ ഗാന്ധിജിയുടെ മൊത്തത്തിലുള്ള ഗാന്ധിജിയുടെ പ്രവർത്തനം എടുക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് രാഷ്ട്രീയ സ്വാതന്ത്ര്യം നേടിയെടുക്കുക എന്നുള്ളതാണ്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്ന് തുരത്തി അവർക്കെന്താണ് ആ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ഇന്ത്യ എന്നുള്ള ഒരു രാജ്യത്തെ ആ ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു ഫ്രീഡത്തിലേക്ക് കൊണ്ടുവരിക എന്നൊരു ഉദ്ദേശം അവിടെ ഉണ്ടായിരുന്നു. ഇത് പ്രത്യേകം ഓർത്തിരിക്കുക. ഈ ആശയങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനുള്ള പ്രത്യേകം ഓർക്കുക. Now the main weapons of Britishers were, ഇനി ബ്രിട്ടീഷുകാരുടെ പ്രധാനപ്പെട്ട വെപ്പൺസ് എന്തൊക്കെയായിരുന്നു? ബ്രിട്ടീഷുകാർ എന്ത് തന്ത്രമാണ് അവർ ഉപയോഗിച്ചിരുന്നത്? നോക്കിയുള്ള ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ ജനങ്ങളെ പേടിപ്പിച്ചു. അപ്പോൾ ആളുകളുടെ മനസ്സിലെന്താണ്? പേടി. കണ്ടോ, ആളുകൾ ബ്രിട്ടീഷുകാരെ കാണുമ്പോഴേക്കും ആളുകൾ തലകുനിച്ച് നിൽക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ തങ്ങളെന്താണ് ബ്രിട്ടീഷുകാർക്ക് കീഴ്പ്പെട്ടവരാണെന്ന് അവരുടെ മനസ്സിലൊരു പേടി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഈ ബ്രിട്ടീഷുകാരുടെ പ്രധാനപ്പെട്ട ഉദ്ദേശമായിരുന്നു. രണ്ടാമത്തെ കാര്യം പ്രസ്റ്റീജ് ആയിരുന്നു, അല്ലേ? ജനങ്ങൾക്ക് അവർക്കെന്താണ് ചില സ്ഥാനമാനങ്ങളൊക്കെ നൽകി. അപ്പോൾ ആ സ്ഥാനമാനം നൽകുമ്പോൾ അവർക്കെന്താണ് ഈ സമൂഹത്തിലുള്ള അംഗീകാരം, അല്ലേ, ആ ഒരു പ്രസ്റ്റീജ് കൊടുക്കുക. അപ്പം ബ്രിട്ടീഷുകാരുടെ ഓഫീസിൽ ജോലി ചെയ്യുന്ന വ്യക്തിയാണ്, അല്ലെങ്കിൽ ഇന്ന പോലീസ് ഫോഴ്സിൽ ഞാൻ ജോലി ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു ബ്രിട്ടീഷ് ഓണേഴ്സ് ടൈറ്റിൽസ് ഒക്കെ എന്താണ് ഇവർ കൊടുക്കുമായിരുന്നു, ബഹുമതികൾ കൊടുക്കുമായിരുന്നു. അടുത്ത കോർപ്പറേഷൻ ഓഫ് പീപ്പിളാണ്. ജനങ്ങളെന്താണ് പരമാവധി പല പ്രവർത്തനങ്ങളിലും, ഇപ്പോൾ ഒരു പക്ഷേ ഒരു ചെറിയ ഇൻഡസ്ട്രീസ് ഒക്കെ തുടങ്ങിക്കൊണ്ടായിരിക്കാം പല വിധത്തിൽ ജനങ്ങളുടെ എന്താണ് കോർപ്പറേഷൻ അവർ പ്രധാനമായിട്ടും കൊണ്ടുവന്നിരുന്നു. അപ്പോൾ അങ്ങനെ പല വിധത്തിലായിട്ട് ജനങ്ങളുടെ മനസ്സിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ബ്രിട്ടീഷുകാർ ശ്രമിച്ചു. അപ്പം അവരുടെ മനസ്സിൽ പേടിയുണ്ടാക്കി, അവർക്ക് പലവിധ സ്ഥാനമാനങ്ങൾ കൊടുത്തു, അവരെ പല പ്രോഗ്രാമുകളിലും പങ്കെടുപ്പിച്ചു. അങ്ങനെ ബ്രിട്ടീഷുകാരെന്താണ് തങ്ങൾ മേൽക്കോയ്മയുള്ളവരാണെന്നുള്ള വിധത്തിൽ അവർ പെരുമാറിക്കൊണ്ടേയിരുന്നു. അപ്പോൾ നോക്കുള്ളൂ, ഗാന്ധിജി എന്താണ് വന്നപ്പോഴേക്കും ദർ വാസ് എ വിസിബിൾ ചേഞ്ച്. നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരുപാട് മാറ്റങ്ങളാണ് ഉണ്ടായത്. ഗാന്ധിജി എന്താ ചെയ്തതെന്ന് അറിയോ? ഗാന്ധിജി ജനങ്ങളോട് പറഞ്ഞു, യു ഹാവ് ടു ഗിവ് അപ്പ് ഓൾ ദ ടൈറ്റിൽസ് ഗിവൺ ബൈ ബ്രിട്ടീഷേഴ്സ്. ബ്രിട്ടീഷേഴ്സ് നൽകിയിരിക്കുന്ന സ്ഥാനമാനങ്ങൾ, അധികാരങ്ങൾ, അല്ലെങ്കിൽ എന്താണ് ഈ പറയുന്ന പോലെ ഓണേഴ്സ്, ബഹുമതികൾ, അവാർഡുകൾ, ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? വലിച്ചെറിയാൻ പറഞ്ഞു. ഒപ്പം എന്ത് സംഭവിച്ചറിയോ? മെനി പീപ്പിൾ അഡോപ്റ്റഡ് സിംപ്ലർ വേസ് ആൻഡ് വോർ സിമ്പിൾ ഡ്രസ്സസ്. കണ്ടോ, ഒരുപക്ഷെ എന്താ പറയുക, വിദേശ വസ്ത്രം പോലും ബഹിഷ്കരിക്കാനായിട്ട് ഗാന്ധിജി ആവശ്യപ്പെട്ടു. അപ്പോൾ ചില വലിയ സമ്പന്നരായിട്ടുള്ള ആളുകൾ പോലും ഗാന്ധിജിയെ പോലെ തന്നെ എന്താണ് അവർ വളരെ ലാളിത്യമുള്ളവരായിട്ട് ജീവിക്കാൻ തുടങ്ങി. അതിൻ്റെ ഒപ്പം തന്നെ എന്താണ് അവർ സാധാരണ തരത്തിലുള്ള വസ്ത്രങ്ങളൊക്കെ ധരിക്കാൻ തുടങ്ങി. ന്യൂ വാല്യൂ ആൻഡ് ന്യൂ വേ ഓഫ് ലൈഫ് were implemented with the powerful leadership of ഗാന്ധിജി. അപ്പോൾ ഗാന്ധിജിയും അങ്ങനെ തന്നെയായിരുന്നല്ലോ. അദ്ദേഹം തന്നെ ഹ്യൂമിലിറ്റിയും ആ ഒരു സിംപ്ലിസിറ്റിയും മെയിൻറ്റെയിൻ ചെയ്തതുപോലെ തന്നെ ജനങ്ങളുടെ മനസ്സിലേക്ക് പുതിയ മൂല്യങ്ങളും പുതിയ ജീവിത രീതിയൊക്കെ അവർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട് ഗാന്ധിജി അവരുടെ ഒപ്പം കൂടി എന്നുള്ളതാണ്. അപ്പോൾ നോക്കിയുള്ളൂ, ജനങ്ങൾക്ക് പതുക്കെ പതുക്കെ എന്താണ് ബ്രിട്ടീഷുകാരോടുള്ള പേടി ഇല്ലാതായി. അവർ ബ്രിട്ടീഷുകാർ കൊടുത്ത അംഗീകാരങ്ങളും പാരിതോഷികങ്ങളൊക്കെ വലിച്ചെറിഞ്ഞു. പതുക്കെ പതുക്കെ എന്താണ് അവർ സാധാരണ ജീവിതം നയിക്കാൻ തുടങ്ങി. അപ്പോൾ ആ ജീവിതത്തിലേക്ക് വന്നപ്പോഴേക്കും പതുക്കെ പതുക്കെ ഗാന്ധിജിയുടെ ആശയങ്ങൾ എന്താണ് അവിടെ അവർ സ്വമനസ്സാ സ്വീകരിക്കുകയാണ്. ഒരുപാട് സമയമെടുത്തു ഇതൊക്കെ എന്താണ് മാറ്റങ്ങൾ വരാനായിട്ട്. എന്നാൽ പോലും പതുക്കെ പതുക്കെ ആളുകളുടെ മനസ്സിൽ ഗാന്ധിജി എന്ന് പറയുന്ന വ്യക്തിയുടെ സ്വാധീനം നമുക്കിവിടെ വീണ്ടും വീണ്ടും കാണാൻ സാധിക്കുന്നു. ഹിസ് ഫോളോവേഴ്സ് ആൻഡ് ഹിസ് ലീഡർഷിപ്പ്. അദ്ദേഹത്തിൻ്റെ ഫോളോവേഴ്സ് എങ്ങനെയായിരുന്നു, അദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പ് എങ്ങനെയായിരുന്നു? ഗാന്ധിജി എന്താ ചെയ്തതെന്ന് അറിയോ? അദ്ദേഹത്തിന് ധാരാളം ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു. സോ ഹി സെൻഡ് ഹിസ് ഫോളോവേഴ്സ് ടു ദ വില്ലേജസ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഗാന്ധിജി തൻ്റെ അനുയായികളെ ഇന്ത്യയുടെ ഗ്രാമങ്ങളിലേക്ക് പറഞ്ഞയച്ചു. നമുക്കറിയാം ഇന്ത്യയുടെ ആത്മാവ് കുടികൊള്ളുന്നത് ഗ്രാമങ്ങളിലാണെന്ന് ഗാന്ധിജിക്ക് അറിയാമായിരുന്നു. അപ്പം അതുകൊണ്ട് ഗാന്ധിജി തൻ്റെ ഫോളോവേഴ്സിനെയൊക്കെ ഗ്രാമങ്ങളിലേക്ക് പറഞ്ഞയച്ചു. അവിടെ ചെല്ലുമ്പോഴാണ് യഥാർത്ഥ ജീവിതം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുക. ദ ടു ഫോൾഡ് ആക്ഷൻ ഓഫ് ഗാന്ധിജി ഇൻസ്പയർഡ് ദ വില്ലേജേഴ്സ്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഗാന്ധിജിയുടെ ടു ഫോൾഡ് ആക്ഷൻസ് നമ്മൾ ഓർമ്മയുണ്ടാവും. ചലഞ്ചിങ് ആൻഡ് റെസിസ്റ്റിംഗ് ഫോറിൻ റൂൾ, ഫൈറ്റ് അഗെയിൻസ്റ്റ് ഓൾ സോഷ്യൽ ഈവൽസ്. അപ്പോൾ എന്തായാലും ഈ രണ്ട് ടു ഫോൾഡ് ആക്ഷൻസ് വില്ലേജേഴ്സ് ആയിട്ടുള്ള ഗ്രാമവാസികളായിട്ടുള്ള ഇന്ത്യക്കാർ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചു എന്നുള്ളതാണ്. ദ ഫാർമേഴ്സ് കെയിം ഔട്ട് ദർ ഷെൽസ്. അതുവരേക്കും എന്താണ് ഒതുങ്ങിക്കൂടിയിരിക്കുന്ന കർഷകർ അവരുടെ ആ ഷെല്ല് പൊട്ടിച്ച് പുറത്തേക്ക് വന്നു എന്നുള്ളതാണ്. ദ എഡ്യൂക്കേറ്റഡ് ഇന്ത്യൻസ് സോ പോവർട്ടി സ്ട്രിക്കൺ വില്ലേജസ്. അപ്പോൾ നമുക്കറിയാം എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഇന്ത്യക്കാർ ഗാന്ധിജിയുടെ ഫോളോവേഴ്സ് ആയിട്ടുണ്ടായിരുന്നു. അവർ ഗ്രാമങ്ങളിൽ ചെന്നപ്പോഴാണ് കാണാൻ സാധിച്ചത് കഠിനമായ ദാരിദ്ര്യത്തിലും ഈ പറയുന്ന പോലെ പ്രയാസങ്ങളൊക്കെ പെട്ട് ജീവിക്കുന്ന ഇന്ത്യക്കാരെ അവർക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ യഥാർത്ഥ ഇന്ത്യ എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ദേ ലേൺഡ് ഇന്ത്യൻ എക്കണോമിക്സ് ഫ്രം ദീസ് വിസിറ്റ്സ് ദാൻ ഫ്രം ദി ബുക്സ്. കണ്ടോ, പുസ്തകങ്ങളിൽ വായിച്ചറിഞ്ഞ ഇന്ത്യയെക്കാട്ടിയും കൂടുതലായിട്ട് യഥാർത്ഥ ഇന്ത്യയുടെ സാമ്പത്തികാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് ഇങ്ങനെ ഗാന്ധിജി തൻ്റെ ഫോളോവേഴ്സിനെ പറഞ്ഞയച്ചപ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. They made their minds to change their old way of life.
അങ്ങനെ ഗാന്ധിയുടെ ഫോളോവേഴ്സ് പോലും എന്താ പറയുക ഒരുപാട് മാറി എന്നുള്ളതാണ്. അതുവരേക്കും എന്താണ് ഒരു ലക്ഷൂറിയസ് ആയിട്ടുള്ള ജീവിതമൊക്കെ അവർക്കുണ്ടായിരുന്നു. പക്ഷേ സാധാരണക്കാരായ ജനങ്ങൾ, വില്ലേജിലുള്ള ജനങ്ങൾ അവരുടെ ജീവിതം കണ്ടപ്പോഴേക്കും ഇവരൊക്കെ എന്താ പറയുക മാറി മറിഞ്ഞു എന്നുള്ളതാണ്. അവരുടെ ജീവിതത്തിൽ അവർ വളരെയധികം മാറ്റങ്ങൾ വരുത്തി. അപ്പോൾ ഗാന്ധിജി ഈ രീതിയിലൊക്കെ എന്താണ് തൻ്റെ ലീഡർഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോയി എന്നുള്ളതാണ്. ഇനി നോക്കിയിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റിലേക്ക് നമ്മൾ എത്തുകയാണ്. വാട്ട് ഗാന്ധിജി ഡ്രീംഡ് ഫോർ ഇന്ത്യ ടു ബിക്കം. ഇന്ത്യ എങ്ങനെയായിരിക്കണമെന്ന്, അല്ലെങ്കിൽ ഇന്ത്യയെ പറ്റി ഗാന്ധിജി കണ്ട സ്വപ്നം എന്തായിരുന്നു? സോ ഗാന്ധിജീസ് ഡ്രീംസ് ഓഫ് ഇന്ത്യ. ഗാന്ധിയുടെ സ്വപ്നങ്ങളിലെ ഇന്ത്യ എങ്ങനെയാണ്? വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഈവൻ ദ പോറസ്റ്റ് ഷാൽ ഫീൽ ദാറ്റ് ഇറ്റ് ഈസ് ദർ ഓൺ കൺട്രി. കണ്ടോ, ഓരോ പാവപ്പെട്ട ഇന്ത്യക്കാരനും തോന്നണം ഇതെൻ്റെ രാജ്യമാണെന്ന് അവർക്ക് തോന്നണം. ആൻഡ് ദർ ഷുഡ് ബി നോ ഹൈ ക്ലാസ് ആൻഡ് ലോ ക്ലാസ്. അവിടെ എന്താണ് ഒരു ഹൈ ക്ലാസ്സോ ലോ ക്ലാസ്സോ ഇല്ലാത്ത ഒരവസ്ഥ ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ എന്താണ് അടുത്ത് നോക്കിയോളൂ, ഓൾ കമ്മ്യൂണിറ്റീസ് ഷുഡ് ലിവ് ഇൻ പെർഫെക്റ്റ് ഹാർമണി. എല്ലാ സമുദായങ്ങളും ഒരേ സഹവർത്തിത്വത്തിൽ ജീവിക്കുന്ന ഒരു ഇന്ത്യ. ആൻഡ് ദർ ഷുഡ് ബി നോ കേഴ്സ് ഓഫ് അൺടച്ചബിലിറ്റി. കണ്ടോ, ഒരിക്കലും തൊട്ടുകൂടായ്മയ്ക്ക് ഒരു സ്ഥാനം പോലും ഇല്ലാത്ത ഒരു ഇന്ത്യ. ആൻഡ് ദർ ഇസ് നോ പ്ലേസ് ഫോർ ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രിങ്ക്സ് ആൻഡ് ഡ്രഗ്സ്. ഉണ്ടോ, മയക്കുമരുന്നുകളോ ലഹരി പദാർത്ഥങ്ങളോ അത്തരം പാനീയങ്ങൾക്കോ സ്ഥാനമില്ലാത്തൊരു ഇന്ത്യ. ആൻഡ് വിമൻ ഷുഡ് എൻജോയ് സെയിം റൈറ്റ്സ് ആസ് മെൻ. കണ്ടോ, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേ അവകാശമുള്ള ഇന്ത്യ. അപ്പോൾ ഇതാണ് ഇന്ത്യയെ പറ്റിയിട്ട് ഗാന്ധിജി കണ്ട ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത്. അപ്പോൾ നോക്കിയോളൂ, ഒന്നോട് നോക്കിക്കോളൂ. ഈവൻ ദ പോറസ്റ്റ് ഷാൽ ഫീൽ ദാറ്റ് ഇറ്റ് ഈസ് ദർ ഓൺ കൺട്രി. ദർ ഷുഡ് നോട്ട് ബി നോ ഹൈ ക്ലാസ് ആൻഡ് ലോ ക്ലാസ്. ഓൾ കമ്മ്യൂണിറ്റീസ് ഷുഡ് ലിവ് ഇൻ പെർഫെക്റ്റ് ഹാർമണി. There should be no curse of untouchability, no intoxicating drinks and drugs, and finally, women will enjoy same rights as men. ഇതാണ് ഗാന്ധിജിയുടെ സ്വപ്നങ്ങളിലെ ഇന്ത്യ. അപ്പോൾ എല്ലാവരും പഠിച്ചു നോക്കുക, മറന്നു പോകരുത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. Now, what according to Gandhiji is about Indian culture. ഇന്ത്യൻ കൾച്ചറിനെ പറ്റി ഗാന്ധിജി എന്താണ് പറയുന്നത്? Indian culture is not Hindu culture or Islam culture or any other culture. It is a fusion of all culture. ഇന്ത്യൻ കൾച്ചർ, ഇന്ത്യയുടെ സംസ്കാരം എന്ന് പറയുന്നത് ഒരു ഹൈന്ദവ സംസ്കാരമോ അല്ലെങ്കിൽ ഒരു ഇസ്ലാമിക സംസ്കാരമോ ഒന്നുമല്ല, അല്ലെങ്കിൽ മറ്റൊരു സംസ്കാരങ്ങളൊന്നുമല്ല. ഇതെന്താണ് ഇന്ത്യൻ കൾച്ചർ എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് എ ഫ്യൂഷൻ ഓഫ് ഓൾ കൾച്ചർ. എല്ലാത്തിൻ്റെയും കൂടി എന്താണ് ഒരു കൂടിച്ചേരലാണ് ഇന്ത്യൻ കൾച്ചർ എന്നാണ് ഗാന്ധിജി പറഞ്ഞു വെക്കുന്നത്. ഇനി നോക്കിയോളൂ, ഗാന്ധിജിയെ പറ്റിയിട്ട് വീണ്ടും ചില ആശയങ്ങൾ കാണാൻ സാധിക്കുന്നു. എ കോമൺ മാൻ വിത്ത് എ ഡ്രീം വിത്ത് ഡെഡിക്കേഷൻ ടു കംപ്ലീറ്റ് ഹിസ് ഡ്രീം. കണ്ടോ, ഇതായിരുന്നു മഹാത്മാഗാന്ധിജിയെ മഹാത്മാ എന്നുള്ള ലെവലിലേക്ക് ഉയർത്തിയത്. ഇനി അമേസിംഗ് ക്വാളിറ്റീസ് ഓഫ് മഹാത്മാഗാന്ധിജിയാണ്. സോ ഗാന്ധിജി വാസ് ആൻ അസ്റ്റോണിഷിംഗ് വൈറ്റൽ മാൻ വിത്ത് ഫുൾ ഓഫ് സെൽഫ് കോൺഫിഡൻസ് ആൻഡ് അൺയൂഷ്വൽ കൈൻഡ് ഓഫ് പവർ. ഗാന്ധിജി എന്ന് പറയുന്നത് അറിയോ, ഒരു ശരിക്കും പറഞ്ഞാൽ നമ്മൾ അങ്ങനെ ഒരു വ്യക്തി ജീവിച്ചിരുന്നോ എന്ന് പോലും നമുക്ക് എന്താണ് വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും. കാരണം അത്രയധികം എന്താ അറിയോ, ഹി വാസ് ആൻ അസ്റ്റോണിഷിംഗ്ലി വൈറ്റൽ മാൻ. എന്ന് വെച്ചാൽ ഗാന്ധിജി അത്രയധികം എന്താണ് ഒരുപാട് അസാധാരണമായ ശക്തിവിശേഷണങ്ങളും ആത്മവിശ്വാസവും കൈമുതലായിട്ടുള്ള ഒരു അത്ഭുത മനുഷ്യനായിരുന്നു ഗാന്ധിജി എന്ന് പറയുന്നത്. ഹി ഫാസിനേറ്റഡ് മാസസ് ഓഫ് ഇന്ത്യ ആസ് ഹി സ്റ്റുഡ് ഈക്വാളിറ്റി ആൻഡ് ഫ്രീഡം ഓഫ് ഈച്ച് ഇൻഡിവിജ്വൽ. അപ്പോൾ ഗാന്ധിജി എന്ന് പറയുന്നത് ഇന്ത്യക്കാർക്ക് മുഴുവന് വേണ്ടിയിട്ടും അവരുടെ സമത്വത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടിയിട്ട് പോരാടിയ വ്യക്തിയാണ്. ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടല്ലോ, ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം പോരാടിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു അമേസിങ് ക്വാളിറ്റി എന്ന് പറയുന്നത് ഒരിക്കലും എന്താണ് ആർക്കും എന്താണ് ഈക്വലൈസ് ചെയ്യാൻ പറ്റാത്ത ഒന്നാണ്. ഹി അട്രാക്റ്റഡ് ദം ലൈക്ക് എ മാഗ്നറ്റ്. തന്നിലേക്ക് ഒരു കാന്തം പോലെ മറ്റുള്ളവരെ എന്താണ് അദ്ദേഹം ആകർഷിക്കുകയാണ് ഉണ്ടായത്. അത്ര വലിയ പവർ ഗാന്ധിക്ക് ഉണ്ടായിരുന്നു. എവിടെ ചെന്നാലും ഗാന്ധിജി തന്നിലേക്ക് ആളുകളെ അടുപ്പിക്കുമായിരുന്നു. അതാണ് ഗാന്ധിജിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ഹി വാസ് എ ലിങ്ക് ബിറ്റ്വീൻ ദ പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ. കണ്ടോ, അദ്ദേഹം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭൂതകാലത്തെയും ഭാവികാലത്തെയും ലിങ്ക് ചെയ്യുന്ന ഒരു പാലം പോലെയായിരുന്നു അദ്ദേഹം. എന്താണ് ഈ വർത്തമാന കാലഘട്ടത്തിലെ ഒരു വലിയ ലിങ്കായി പ്രവർത്തിച്ചു. ഒപ്പം തന്നെ ഭൂതകാലത്തെയും ഭാവികാലത്തെയും കണക്ട് ചെയ്യുന്ന വ്യക്തിയായിട്ട് അദ്ദേഹം മാറിയെന്നുള്ളതാണ്. ഹി എഫക്റ്റഡ് എ സൈക്കോളജിക്കൽ റെവല്യൂഷൻ ഈവൻ എമംഗ് ഹിസ് ഓപ്പോണൻസ്. അപ്പോൾ ശരിക്കും പറഞ്ഞതറിയോ, തന്നെ എതിർക്കുന്നവരെ പോലും എന്ത് ചിന്തിക്കണമെന്ന് അദ്ദേഹം അദ്ദേഹം ലക്ഷ്യം വെക്കുമായിരുന്നു. അദ്ദേഹത്തിന് അറിയാമായിരുന്നു തന്നെ എതിർക്കുന്നവർ എന്താണ് ചിന്തിക്കേണ്ടത്. അതുപോലും കറക്റ്റായിട്ട് കൊണ്ടുപോകാനായിട്ട് ഗാന്ധിജിക്ക് സാധിക്കുമായിരുന്നു. അപ്പോൾ ഗാന്ധിജിയുടെ പ്രത്യേകത അതൊക്കെ തന്നെയായിരുന്നു.
സോ നമ്മൾ ഈ ഒരു ലെസണിൽ പ്രധാനമായിട്ട് കണ്ട ആശയങ്ങൾ എല്ലാവരും ഓർത്തിരിക്കുക. നമ്മൾ കണ്ട ആശയങ്ങൾ വളരെ പ്രധാനപ്പെട്ട ആശയങ്ങളാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ഒരു ലെസണിലെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ്സ് ഒക്കെ അതുതന്നെയാണ്. ഗാന്ധിജിയുടെ അമേസിങ് ക്വാളിറ്റീസ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. നമ്മൾ ഈ ഒരു ലെസണിൻ്റെ തുടക്കത്തിൽ ദ അൺസർട്ടൻ കണ്ടീഷൻ ഓഫ് ഇന്ത്യ, then we have seen the arrival of Mahatma Gandhi, then we have seen the teachings of Mahatma Gandhi, also we have seen the twofold actions of Mahatma Gandhi, and finally we all have seen the dreams of Gandhi about India, and also we have seen the amazing qualities of Mahatma Gandhi. അപ്പോൾ ഈ ഒരു എസ്സേയുടെ വളരെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ്സ് ഇതൊക്കെയാണ്, പ്രധാനപ്പെട്ട ആശയങ്ങൾ ഇതൊക്കെയാണെന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നോക്കിയോളൂ, ഗാന്ധിജി പറയുന്ന വളരെ പ്രധാനപ്പെട്ട ആശയമുണ്ട്. ബി ദ ചേഞ്ച് യു വാണ്ട് ടു സീ ഇൻ ദ വേൾഡ്. ലോകത്തിൽ മാറ്റം കൊണ്ടുവരാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മളിൽ നിന്ന് തന്നെ ആകട്ടെ. നമ്മളായിരിക്കണം ആ മാറ്റം എന്ന് പറയുന്നത്. മറ്റുള്ളവർ മാറാൻ വേണ്ടിയല്ല നമ്മൾ ആഗ്രഹിക്കേണ്ടത്. നമ്മൾ മാറുമ്പോഴാണ് സമൂഹത്തിന് മാറ്റങ്ങൾ സംഭവിക്കുക എന്നുള്ളതാണ്. സോ വൺസ് അഗെയിൻ, ബി ദ ചേഞ്ച് യു വാണ്ട് ടു സീ ഇൻ ദ വേൾഡ്. ആ ഒരു കൊട്ടേഷൻ പ്രത്യേകം ഓർത്തിരിക്കുക. Finally, there is an activity. You may please identify the answer for the question. How did Gandhiji enlighten the freedom fighters? എങ്ങനെയാണ് സ്വാതന്ത്ര്യ സമര സേനാനികളെ ഗാന്ധിജി ഉദ്ദീപിപ്പിച്ചത്, അല്ലെങ്കിൽ തൻ്റെ ആശയങ്ങൾ കൊണ്ട്? വാട്ട് കൈൻഡ് ഓഫ് ലീഡർഷിപ്പ് ഡിഡ് ഗാന്ധിജി ടേക്ക്? എന്ത് തരത്തിലുള്ള നേതൃത്വ പാഠവുമാണ് ഗാന്ധിജി മുന്നോട്ട് കൊണ്ടുപോയത്? വാട്ട് വാസ് ദ എഫക്റ്റ് ഓഫ് ഹിസ് ലീഡർഷിപ്പ്? ഇതെല്ലാം നമ്മൾ ആൻസർ കൊടുക്കേണ്ടത് നമ്മളിപ്പോൾ കണ്ട ആ നോട്ട്സിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. സോ യു മേ പ്ലീസ് ഐഡൻറ്റിഫൈ ദ ആൻസേഴ്സ് for these questions and you may please write down these answers in your notebooks too. അത് നോട്ട്ബുക്കിലേക്ക് എഴുതി വെക്കാനായിട്ടും കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഹോപ്പ് യു ആർ ഓൾ ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ദ ലെസൺ. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി ഞാൻ വിചാരിക്കുകയാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഒരു ലെസണുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ സിമ്പിളാണ്. ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോൾ നമുക്ക് അല്പം ബുദ്ധിമുട്ടൊക്കെ ഫീൽ ചെയ്തേക്കാം, എന്നാലും ഈ ഒരു ലെസൺ വളരെ സിമ്പിളാണ്. നമ്മുടെ ഈ ഒരു വീഡിയോ തരുന്ന നോട്ട്സുകളൊക്കെ ആവർത്തിച്ച് വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക. സംശയങ്ങളുള്ളവർ എന്ത് ചെയ്യുക, ചോദിക്കാനായിട്ടും കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു ക്ലാസ് ശ്രദ്ധിച്ച എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ നന്ദിയോടെ ഓർക്കുന്നു. എല്ലാവർക്കും ഒത്തിരി നന്ദി അറിയിച്ചുകൊണ്ട് സ്നേഹത്തോടെ നിർത്തുന്നു. താങ്ക് യു.